നിങ്ങൾ ഈ 5 തവണയാണ് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചത്. 3 തവണയാണ് നിങ്ങൾ വെള്ളക്കരം കൂട്ടിയത്. വീടുകളുടെ പെർമിറ്റ് ചാർജ് ഇപ്പം എത്രയാണ്? ഇവിടെ വില കൂടാത്ത ഒറ്റ സാധനമുള്ളത് പിണറായി വിജയന്റെ വില മാത്രം കൂടാത്തത്. ബാക്കി എല്ലാത്തിന്റെയും വില നിങ്ങൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. വെറും വാഗ്ദാനം കിട്ടുകയില്ല. പ്രതിവർഷം 2000 രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം 13,000 കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കിവെക്കുന്നത്. ഇത്രയും ലോൺ എടുത്ത് ഗ്യാസ് ആക്കിയത് പോരാഞ്ഞിട്ടാണോ പുതിയൊരു ഗ്യാസ് ലോൺ? ഒരു ലോൺ എടുത്ത് മറ്റൊരു ലോൺ അടയ്ക്കുക. നീയാണ് യഥാർത്ഥ ഗണിത. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സർക്കാരിന്റെ മാസ്റ്റർ സ്ട്രോക്ക്. തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച വമ്പൻ പദ്ധതികൾ മധ്യപ്രദേശും മഹാരാഷ്ട്രയും അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണ തുടർച്ച നൽകിയിരുന്നു. ബീഹാറിലെ നിതീഷ് കുമാർ സർക്കാരും സമാന തന്ത്രവുമായാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. വമ്പൻ ക്ഷേമ പദ്ധതികളിലൂടെ പിണറായി 3.0 ലക്ഷ്യമിടുകയാണോ LDF? ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ ചെല്ല്. ജെയ്ക് സി തോമസ്, നമ്മുടെ നാട്ടിൽ ധാരാളം ബമ്പറുകളുണ്ട്. ഓണം ബമ്പറുണ്ട്, പൂജാ ബമ്പറുണ്ട്, ക്രിസ്മസ് ബമ്പറുണ്ട്. ഇതിപ്പോ ജനങ്ങൾക്ക് ഇലക്ഷൻ ബമ്പർ അടിച്ചതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പരിശോധിച്ചിട്ടുള്ള കഴിഞ്ഞൊരു 10 കാലയളവിലെ ജീവിതാനുഭവങ്ങളുള്ള മലയാളിയുടെ മുമ്പിൽ അതൊരു ഇലക്ഷൻ ബമ്പർ ആണോ എന്ന് ചോദിച്ചാൽ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണമല്ല. വാക്ക് പ്രവൃത്തിയായി മാറിയ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ച എന്നായിരിക്കും യുക്തിസഹമായി ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്താൻ, അവർ പ്രതികരണം നടത്താൻ സാധ്യത. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇത് ടെലിഗ്രാഫാണ്. CM എന്ന 2 അക്ഷരങ്ങളുടെ എക്സ്റ്റൻഡഡ് വേർഷൻ അത് കേരളത്തിന്റെ അനുഭവങ്ങളിൽ ചീഫ് മിനിസ്റ്റർ അല്ല, മറിച്ച് അത് ക്രൈസിസ് മാനേജറാണ് എന്ന് ദ ടെലിഗ്രാഫ് എഴുതിയത് ഞാനിപ്പോൾ സന്ദർഭവശാൽ ഓർമ്മിക്കുകയാണ്. ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. കണ്ടില്ലേ? കണ്ടു. കാരണം എന്താണ്? നമ്മളുടെ മുമ്പിൽ അനുദിന സാധാരണമായ മഹാപ്രതിസന്ധികളെ നേരിടേണ്ട വന്ന കേരളമായിരുന്നു ഉണ്ടായിരുന്നത്. ശത്രു രാഷ്ട്രത്തോടെന്നതുപോലെ സാമ്പത്തിക യുദ്ധം കേരളത്തിന് നേർക്ക് യൂണിയൻ ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ രൂപമായ RSS നയിച്ചു. ഘോഷയാത്ര മുടക്കേണ്ട താൽക്കാലിക നേട്ടങ്ങൾക്കായി വിഘടനവാദികളെ വിരുന്നൂട്ടി വളർത്തി സ്വന്തം മാതൃരാജ്യത്തെ വെട്ടിമുറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്ക് അടിയുറ പറയുന്ന ഭരണാധിപന്മാരെ മനുഷ്യ സ്നേഹത്തിലും സാഹോദര്യത്തിലും അതീതമായ പഴയ മഹാബലി സങ്കല്പങ്ങൾ ഒരിക്കലും കാലഹർപ്പുകയില്ല. കേരളത്തിന്റെ ഇന്നയോളമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടേണ്ട വന്നപ്പോൾ അതിൽ പോലും അന്ധമായ രാഷ്ട്രീയ പകപോക്കൽ കേരളത്തോട് മലയാളികളോട് കാണിച്ച അനുഭവങ്ങൾ ഈ പ്രതിസന്ധികൾ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നിരുന്ന കേരളമായിരുന്നു ഉണ്ടായിരുന്നത്. ആങ്കർ നിർബന്ധമായും ഓർമ്മിക്കുന്നുണ്ടാകും, ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പ്രതിസന്ധി ഉണ്ടായത് ശ്രീലങ്കയിലെങ്കിലും കേരളത്തിലെ സവിശേഷ താല്പര്യമുള്ള ചില വാർത്താ മാധ്യമങ്ങൾ അന്ന് വാർത്ത എഴുതിയത് ശ്രീലങ്ക മുടിഞ്ഞ് കുത്തുവാളയെടുത്തതുപോലെ കേരളം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നുള്ളതാണ്. അതൊരു സത്യം മാത്രം. ട്രഷറി പൂട്ടാൻ പോകുന്നുവെന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാൻ പോകുന്നുവെന്നും 5 മാസത്തോളം സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നുള്ളതും റേഷൻ കടയും സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും ഒഴിഞ്ഞ റാക്കുകളുമായി നിൽക്കുന്നു എന്നുള്ളതും കേരളത്തിൽ 2023 ഓണക്കാലയളവിലെ പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. ആ കേരളം ഇന്നിപ്പോൾ ഇവിടെ എത്തി. ഒരു 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട് ഇവനെ ദൃഷ്ടിപ്പെടും. അത്രയ്ക്ക് ബുദ്ധിയാ. C&AG റിപ്പോർട്ട് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പുറത്തു വന്നത് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും. അപകടപൂർണമായ കടക്കടിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 13 പട്ടികയിൽ കേരളമില്ല. സംസ്ഥാനം കനത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലെന്ന് CAG റിപ്പോർട്ട്. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് കൂടി കൂട്ടുമ്പോൾ കേരളത്തിന്റെ കടം GSDPയുടെ 37.84% എന്നാണ് നിയമസഭയിൽ വെച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കിഫ്ബിയുടെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയുടെയും ബാധ്യത 32,942 കോടി. ഇതുകൂടി ചേർക്കുമ്പോൾ കടം 4,33,657.98 കോടി. കടമെടുത്തതിൽ 5.18% മാത്രമാണ് മൂലധന ചെലവിന് ഉപയോഗിച്ചത്. ആസ്തി ഉണ്ടാക്കുന്നതിന് പകരം കടമെടുക്കുന്ന പണം കടം വീട്ടാനും സാധാരണ ചെലവുകൾക്കുമാണ് വിനിയോഗിക്കുന്നത്. കണ്ടോ, തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടിയടി കോയക്കാം. അങ്ങ് ആങ്കർ എന്ന നിലയിൽ അങ്ങ് ഫ്രീ ബീസിനെ സംബന്ധിച്ചും അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ചില ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിച്ചു. മധ്യപ്രദേശ് മുതൽ മഹാരാഷ്ട്ര വരെയുള്ള 100 അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അങ്ങ് പരിശോധിച്ചു നോക്കുക, ആ പ്രഖ്യാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ 1 മാസം മുമ്പ് തുടങ്ങി മറ്റൊരു മാസത്തിൽ അവസാനിച്ചു പോയിരിക്കുന്നു. എനിക്കത് അറിഞ്ഞാൽ മതി. അതിൽ കേരളത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അതിൽ കേരളത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വാഗ്ദാനം ചെയ്തതെന്തോ അത് അച്ചടിച്ച് പ്രോഗ്രസ് റിപ്പോർട്ടാക്കി ആത്മാഭിമാനത്തോടുകൂടെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തതെന്ത്, ഞങ്ങൾ പൂർത്തീകരിച്ചതെന്ത്. ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ തലത്തിലും ആകെ
അഴിമതിയുടെയും അതോടൊപ്പം തന്നെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും എല്ലാം കഥകൾ ഈ നാട്ടിൽ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ നിൽക്കുമ്പോഴാണ് ഈ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ഇവർ പോകുന്നത്. കേരളത്തിൽ 4.5 ലക്ഷം കടം ഉണ്ട്, 4 ലക്ഷം കോടി കടമുണ്ട് എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. എവിടുന്നാണ് ഈ പണം കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ച് ഇവർ ഏത് തരത്തിലാണ് ഇത് കണ്ടെത്തി ജനങ്ങൾ കൊടുക്കുക എന്നതിനെ കുറിച്ച് ഇവർ പറയേണ്ടതായിട്ടുണ്ട്. പണം എങ്ങനെ വരും? അതോടൊപ്പം തന്നെ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടവരാണ് ഇവര്. ആ സ്വർണം കട്ട കള്ളന്മാരെന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല, കേരളത്തിലെ കോടതി പറഞ്ഞ കാര്യമാണ്. ഇവിടുത്തെ കൊച്ചുകുട്ടിക്ക് വരെ അറിയാം, ഏതാണ്ട് 4.25 ലക്ഷം കോടി രൂപ കടത്തിൽ നിൽക്കുന്ന കേരളത്തിൽ ഇവിടുത്തെ കേരള ഖജനാവിൽ കൈയിട്ടാൽ അതിൽ എലി കടിക്കും, എലി പെറ്റുപെരുകി കിടക്കുവാണെന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ എല്ലാവർക്കും അറിയാം. എവിടെ നിന്നാണ് ഇത് കൊടുക്കാൻ പോകുന്നത്? ആശമാർ എത്ര കാലമായി സമരം ചെയ്യുന്നു ജയിക്കെ? ഇതിലെ ചോദ്യം ഇതാണ്. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ പ്രഖ്യാപിക്കുന്നു എന്ന് അഭിലാഷ് പറയുമ്പോഴും അവിടെയെങ്ങും ഇത്തരത്തിലുള്ള ഒരു സമരവും കണ്ടിട്ടില്ല അഭിലാഷേ. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്ന് മൂക്കിന്റെ താഴെ നിൽക്കുമ്പോ നിങ്ങൾ കുറെ ഗിമിക്സ് കാണിക്കുക. 2000 കൊടുക്കും, ക്ഷേമ പെൻഷൻ 500 രൂപ കൂട്ടും, അത് കൂട്ടി ഇത് കൂട്ടി എന്ന് പറഞ്ഞു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതിൽ ഞാൻ അത്ഭുതത്തോടെ കാണുന്നത് സഖാവ് കെ.എൻ. ബാലഗോപാൽ എന്ന് പറയുന്ന കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുടെ മാന്ത്രിക വിദ്യകളെ സംബന്ധിച്ചാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഇപ്പോൾ വരാൻ പോകുന്ന 10,000 കോടി രൂപയുടെ അധിക ചെലവ് സംസ്ഥാനത്തിന് ഖജനാവിലേക്ക് വരും. ഇത് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ ധനകാര്യ വിദഗ്ധരുടെ തലച്ചോറുകൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഘട്ടത്തിലാണ് ഒരു സാധാരണക്കാരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് സഖാവ് കെ.എൻ. ബാലഗോപാൽ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് ഇത് കണ്ടെത്താൻ ഈ സംസ്ഥാന സർക്കാരിന് കഴിയുന്നത്. ഈ കടത്തിന്റെ ആധിക്യത്തിൽ കേരളമാകെ തകർന്ന് തരിപ്പണമാകുന്നതെന്ന് മനപ്പായസം ഉണ്ടിരുന്ന കേരളത്തിലെ വഞ്ചക വലതുപക്ഷമുണ്ടല്ലോ, RSS മുതൽ ജമാഅത്തെ ഇസ്ലാമി വരെ, കോൺഗ്രസ് മുതൽ ലീഗ് വരെ, ഈ സംഘടിത സംഘം ആകെ കേരളത്തിൽ ചില മാധ്യമങ്ങളുടെ കൂടെ സഹായത്തോടു കൂടെ ഈ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം ഇപ്പൊ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? അങ്ങ് ചോദിച്ചില്ലേ, നമ്മുടെ ഈ ട്രഷറിയിൽ എലി പറ്റി കിടക്കുകയാണോ, തപ്പി നോക്കിയാൽ എലിയല്ലേ കിട്ടുന്നതെന്ന്? തപ്പി നോക്കിയാൽ എലിയെ കിട്ടുന്ന അപകടപൂർണമായ കടക്കണിയുള്ള 13 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേര് അങ്ങയുടെ ഗവൺമെന്റ് ഏജൻസിയായ സിയാൻഡേജി പറഞ്ഞിട്ടുണ്ട്. ആ ഡെപ്റ്റ് ടു GSDP റേഷ്യോ പരിശോധിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കടം എത്രയാണ്? എനിക്കറിയില്ല. 51%. ഈ RSSും കോൺഗ്രസും കൂടെ ഭരിച്ചു മുടിച്ചിട്ടുള്ള വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. നാഗാലാൻഡ് എത്രയാണ്? 47.8%. അരുണാചൽ പ്രദേശ് എത്രയാണ്? 45%. പഞ്ചാബ് എത്രയാണ്? 44%. വെസ്റ്റ് ബംഗാൾ എത്രയാണ്? 38%. വെസ്റ്റ് ബംഗാൾ എത്രയാണ്? 38%. ആങ്കർ ഇടപെട്, ഞാനിതിൽ സംസാരിക്കില്ല. അവരുടെ ഉദ്ദേശിക്കലോ വിദ്യാഭ്യാസ രംഗത്ത് അതേപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി 100% പൂർത്തീകരിക്കപ്പെടുന്നു. കേരളത്തിലെ 140 സ്കൂളുകൾ 5 കോടിയിലധികം ചെലവഴിക്കപ്പെട്ട അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തുന്നു. 11 ലക്ഷം കുട്ടികൾ കേരളത്തിന്റെ നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് നിയമനം നടക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ. അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുമ്പോൾ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ദേശീയ ജലപാത, കൊച്ചി മെട്രോ, കൊച്ചി വാട്ടർ മെട്രോയുടെ 3rd ഫേസ്, ദേശീയപാതയുടെ പൂർത്തീകരണം, ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നു. എന്തൊരു സാഹിത്യ പ്രയോഗം! ഇവിടെ നിന്ന് വെയിൽ കൊള്ളല്ലേ, ഈ തല വാടിപ്പോവും. ആരോഗ്യരംഗത്ത് എത്രയാണ്? കേന്ദ്ര സർക്കാർ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ചൂടാവാതെ നിനക്ക് കൊണ്ട റേറ്റ് അമേരിക്കയും തോൽപ്പിച്ചു കേരളം. 5%ലേക്ക് കേരളം എത്തിയിരിക്കുന്നു. അമേരിക്കയും തോൽപ്പിച്ചു കേരളം. 5%ലേക്ക് കേരളം എത്തിയിരിക്കുന്നു. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇടതുപക്ഷത്തിന്റെ ഡോക്ടറല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹം അവിടെ സർജറിക്ക് വന്ന ആളുകൾക്ക് അതിന്റെ എക്യുപ്മെന്റ്സ് വാങ്ങാൻ പണമില്ലാതെ കൂട്ടിരിപ്പുകാരോട് പിരിവെടുത്തിട്ടാണ് ഇവിടെ സർജറി നടത്തുന്നത് എന്ന് ഈ കേരളത്തോട് പറഞ്ഞത് ഈ കേരളത്തിലാണ്. നമ്പർ 1 കേരളത്തിലാണ്. പിന്നെ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ 5 തവണയാണ് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചത്. 3 തവണയാണ് നിങ്ങൾ വെള്ളക്കരം കൂട്ടിയത്. വീടുകളുടെ പെർമിറ്റ് ചാർജ് ഇപ്പം എത്രയാണ്?
അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. എന്താ ഇന്ധന നികുതി നിങ്ങൾ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ 2 രൂപ സെസ് ഏർപ്പെടുത്തിയത്. പെട്രോളിനും ഡീസലിനും അധിക സെസ് ഏർപ്പെടുത്തി ഇവിടെ കേരളത്തിനകത്ത് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെ കോടാനുകോടി രൂപയുടെ കുടിശ്ശിക എങ്ങനെ വന്നു? ആ പണം എവിടെയാണ് കൊണ്ട് നിങ്ങൾ ചെലവഴിച്ചത്? എന്നിട്ട് നിങ്ങൾ അതോടൊപ്പം തന്നെ പിന്നെ OP ടിക്കറ്റ് കൂട്ടി, മദ്യത്തിന്റെയും ലോട്ടറിയുടെയും ഇത് കൂട്ടി, ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹന പെർമിറ്റ് കൂടി. അങ്ങനെ നിങ്ങൾ കൂട്ടാതെ ഒരു സാധനം ഇവിടെയില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇവിടെ വില കൂടാത്ത ഒറ്റ സാധനമുള്ളൂ. പിണറായി വിജയന്റെ വില മാത്രം കൂടാതെ ബാക്കി എല്ലാത്തിന്റെയും വില നിങ്ങൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു തവണ ചക്ക വീണ് മുയൽ ചത്തു എന്നത് കരുതി ഇനി പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകും, ഈ വാഗ്ദാനം കൊടുത്താകുമെന്ന് വിശ്വസിക്കുന്നവരാണ് CPM എങ്കിൽ മണ്ടന്മാരുടെ സ്വർഗത്തിലാണ്. തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി, ഓക്കെ. അപ്പൊ ഞാൻ പോട്ടെ.